ഏ പാന്റ് ഇട്ടേക്കാളും നല്ലത് മുണ്ടെടുത്തിട്ടല്ലേ. നല്ല ഉം. ഭംഗിയുണ്ട് ആ സത്യം പറഞ്ഞ. ഉം. പക്ഷെ എനക്ക് അതിനും ഞാൻ പറഞ്ഞ വിശ്വാസയില്ലേ? വിശ്വാസമായില്ല. വണ്ടി ഓടിക്കുമ്പോ കാലിന് കുടുങ്ങുന്നെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? ആ എന്നിട്ട് കാലിനൊന്നും കുടുങ്ങിയിട്ടില്ലല്ലോ. അല്ല, ചെറുങ്ങനെ കുടുങ്ങുന്നുണ്ട്. ഞാൻ അതല്ലേ പറഞ്ഞു, ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കാലിനൊന്നും കുടുങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. അനീഷിന്റെ കാലിനെത്തിയ രോമല്ലേ. അതിനും എന്തിനാ മുണ്ടിന്റെ ഉള്ളിലോട്ട് എന്റെ കാല് പിടിച്ച്? അത് പറ. അപ്പൊ എന്തിനാ അനീഷ് എന്നെ നീച്ചപ്പെട്ടെ? ഞാനൊരിക്ക തൊട്ടിട്ടല്ലേ ഉള്ളു കാലിന്. ആ, അതിനാന്ന് ഉം. എന്നോട് മുണ്ടെടുക്കാനെല്ലാം പറഞ്ഞത്. അതിനൊന്നല്ല. എനക്കങ്ങനെ ഇപ്പം തോന്നുന്നു. അതെ അങ്ങനെ പെട്ടെന്ന്. പെട്ടെന്നൊന്നുമല്ല, ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ടാണ് അതിന് എന്റെ മുണ്ട് മറ്റേ അങ്ങനെ ആക്കിയാല് എന്നൊക്കെ പറഞ്ഞത്. മുണ്ടി ഇങ്ങനെ പൊത്തിപ്പോയി ഓടിക്കാൻ കഴിയാണ്ട് അതിന് മുണ്ട് ശരിയാക്കുമ്പോ എന്റെ മുണ്ടിന്റെ ഉള്ളില് ഒട്ട് കഴിയിട്ട് അനക്കത്തറങ്ങ്. എന്റെ അനീഷിന് വിഷമായ ഞാനൊരിക്ക കാല് തൊട്ടിട്ടില്ലേ ഉള്ളൂ. അനീഷിന്റെ മുഖം ഞാൻ നോക്കിയിരുന്നല്ലോ, ശ്രദ്ധിക്കുന്നു. അത് അത് മോശമല്ലേ ഒരു. പക്ഷെ മോശമില്ല. മുണ്ടങ്ങ് തെറ്റിപ്പോയതല്ലേ ഞാൻ കാലിന് രോമുള്ളെല്ലാം കണ്ടത്. നോവെല്ലാം ഉണ്ട് രോഗം. അതെ. ഇനി കൊടുക്കൂലേ മുണ്ട്? മുണ്ട് ഇനി കൊടുക്കണം. ഞാൻ ഇന്ന് ഒരു ദിവസം മാത്രം എടുക്കുകയായിരുന്നു. അതിന് നിർബന്ധിച്ച് പറഞ്ഞോണ്ടാ ഞാൻ ഇന്ന് ഒരു ദിവസം മാത്രം മുണ്ട് കൊടുക്കുന്നു. അനീഷ് ഒരു ദിവസം ആക്കണ്ടേ? ഇനി ദിവസവും മുണ്ടെടുത്തിട്ട് വന്നാൽ മതി. എനിക്ക് ഇഷ്ടമില്ല മുണ്ട്. പിന്നെ അല്ല, ഒരു മുണ്ടേ ഉള്ളൂ. അത് മുണ്ട് ഞാൻ വാങ്ങിത്തരാം, ഇന്നലെ കൊടുക്കോ? മേടിച്ചൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടമല്ല മുണ്ട് കൊടുക്കാൻ. അല്ല, അനീഷിന് ഞാൻ കാല് തൊട്ടോണ്ടുള്ള ദേഷ്യമായിരിക്കല്ലേ? അതുകൊണ്ട് എന്നിട്ടെന്താ മുണ്ട് കൊടുത്ത ദിവസം ഇതുപോലെ കാണിക്കാനാ? അതുപോലെയൊന്നും കാണിക്കൂല. അനീഷിന് മുണ്ടെടുത്തിട്ട് കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ടാ. അനീഷിന്റെ കാലെല്ലാം കാണാൻ എന്തോ ഒരു നല്ല പാന്റ് ഇട്ടിട്ട് കാണുമ്പോ എന്തോ ഒരു അത്ര പോരെ. അതിന്റെ ജീൻസെങ്കിലും പാന്റ് എനിക്ക് ഇഷ്ടപ്പെടാം. എന്നാ അനീഷ് എന്നോട് ദേഷ്യായിട്ടാ? ആയിട്ടല്ല. അനീഷിന് എന്തോ ഒരു മാറ്റം. മാറ്റം ഉം. ഇന്ന് കാണിച്ചത് എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെടാതെ പറയുന്നുണ്ട്. അതിന് മനഃപൂർവം എന്റെ മുണ്ട് മാറ്റി അത് ഇതാക്കിയ പോലെ എനിക്ക് തോന്നി. പിന്നെ നാളെ ഞാൻ തൊടാണ്ടിരുന്ന പോരെ? നാളെ മുണ്ട് കൊടുക്കൂല, പാന്റ് എടുക്കൂ. അതെന്താ ഞാൻ ഉം. നാളെ കൊടുക്കേ? നാളെ കൊടുക്ക. അതന്നെ കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ അനീഷിന് വൈകുന്നേരം വേറെ ഒന്ന് വാങ്ങിത്തരാം. മേടിച്ചിരുന്നു വേണം, മുണ്ടൊന്നും മേടിച്ചിരുന്നു. ഞാൻ നാളെ കൊടുക്കുമ്പോ ഇന്ന് കൊടുത്ത മുണ്ട് തന്നെയാ കൊടുക്കുക. അതെ, അങ്ങനെ കൊടുത്തോ. അത് പിറ്റേന്ന് കൊടുക്കാൻ ഞാൻ വാങ്ങിത്തരാം. മേടിച്ചിരുന്നു ഞാൻ മേടിച്ചു. മുണ്ട് കൊടുത്തിട്ട് മാടിക്കെട്ടിട്ട് ഓടിക്കാൻ പറഞ്ഞ എന്തിനാ? മാടിക്കെട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോ എവിടെയെങ്കിലും ഇങ്ങനെ കുളത്തി ഇതായി പോയില്ലേ, നമ്മൾക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ. മുണ്ട് കൊടുത്തിട്ട് ഞാൻ ഇതുവരെ മാടിക്കെട്ടിട്ടില്ല. പിന്നെ ബുദ്ധിമുട്ട് മുണ്ട് താത്തിടുമ്പോ
ഞാൻ പറഞ്ഞില്ലേ കാലിന് തടയും പോലെയുണ്ട് പെട്ടെന്ന്. ഉം. അതുകൊണ്ട് ഇനി ഞാനെന്താ പറയണ്ടേ? പിന്നെ നാളെ ഉടുക്കണ്ടെങ്കിൽ ഇത് തിരുമ്പിയിട്ടൊന്നല്ലേ, ഇതന്നെ ഉടുത്തന്നെയല്ലേ ആദ്യം ഉടുക്കണ്ടേ. അതല്ലേ ഞാൻ പറഞ്ഞ വാങ്ങിത്തരാന്ന്. അനീഷിന്റെ അടുക്ക പെട്ടെന്ന് പൈസ ഉണ്ടാവില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അത്ര ഇതാണെങ്കില് ആ പൈസ എനിക്ക് തരുന്നതിൻ്റെ അകത്തുനിന്ന് ഇതാക്കിയാൽ മതി. എന്നാ മതി. നാളെ ഇപ്പൊ എന്താ ഞാൻ നിർബന്ധമായ നാളെയും കൂടി കൊടുക്കും. എന്നിട്ട് ഒഴിവാക്കും. നേരം മേടിക്കണ്ടല്ലോ, നാളെയും കൂടി കൊടുത്താൽ ആ നാളെയും കൂടി നോക്കിയിട്ട് ഒഴിവാക്കാം. അനീഷ് എടുക്കൂലെന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അന്നെ എന്തോ ഒരു എന്താ പറയണ്ടേ, ഒരു അകൽച്ച കാണിക്കുന്നു തോന്നുന്നു എന്നോട്. അതെന്തിനാവല്ലേ, അകൽച്ച കാണിക്കുന്നല്ല. പിന്നെന്താ എന്തോ അനക്ക് മുണ്ടെടുത്തിട്ട് വണ്ടി ഇരിക്കുമ്പോ ഒരു വിചാരിച്ചത്ര ഒരു സൗകര്യം കിട്ടാതെ വണ്ടി ഓടിക്കാൻ. ഞാൻ കാണുന്നുണ്ടോ കാലല്ലോ? അതുകൊണ്ട് അതല്ലേ മാടി കെട്ടാൻ പറഞ്ഞ, ഞാൻ മാടി കെട്ടൂല എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പം പെൺകുട്ടികൾ വരെ എന്താ പറയണ്ടേ കാല് മൊത്തം കാണിച്ച് നടക്കുന്നവരുണ്ട്. മനുഷ്യന് മുണ്ടെടുത്ത് മാടി കെട്ടുന്ന മടക്കി കുത്തുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. വണ്ടി ഓടിക്കാൻ സൗകര്യമാണ്. പിന്നെ അനീഷിന്റെ കാല് കാണാൻ നല്ല ഭംഗിയില്ലേ? പിന്നെ എന്താ ഭംഗിയുണ്ട് കാണിച്ചു നടക്കാൻ പറ്റുമോ? അതല്ലേ ഞാൻ പറഞ്ഞത്. പെൺകുട്ടികൾ വരെ ഇപ്പൊ എന്താ പറയണ്ടേ മുട്ട് ഇവരെയുള്ള ട്രൗസർ ഇട്ടിട്ടാ നടക്കുന്നു. അനീഷിന് അതൊന്നും പരിചയമില്ലേറ്റാ. കാണലിന്റെ തൊട്ടും നല്ല ഇങ്ങനെ പോകുമ്പോ അപ്പൊ അനീഷ് നോക്കുന്നില്ലേ? അങ്ങനെ നോക്കുന്നതല്ല, കാണുമ്പോ ഞാൻ വിചാരിക്കും എന്താ ഇങ്ങനെയിട്ട് നടക്കുന്നത്. അനീഷ് നോക്കുന്നുണ്ട്, പക്ഷെങ്കില് ഇപ്പൊ ഒന്നും തോന്നുന്നില്ല. തോന്നുന്നില്ല. അത്ര ഇതാങ്കില് അനീഷ് നാളെ മുൻകൊടുത്ത് ഞാൻ അങ്ങനെ ഒരു ഡ്രസ് ഇട്ടിട്ട് വരാം. അയ്യോ അത് വേണ്ട, ട്രൗസർ ഇട്ടിട്ട് വരാനാ? എന്തേ? വേണ്ട. ഞാനിടുന്നതിന് അനീഷിന് ഇഷ്ടമല്ല. വേണ്ട, സാരി അല്ലേ ഉടുക്കല്, സാരി ഉടുത്തിട്ട് വന്നാൽ അല്ലേ. പിന്നെ ചുരിദാർ ഉണ്ടെങ്കിൽ ചുരിദാർ ഇല്ല എന്നല്ലേ പറഞ്ഞു. അല്ല അനീഷിന് ഞാൻ സാരി ഉടുത്താലും ബുദ്ധിമുട്ട്. അനീഷിലെന്ന് പറഞ്ഞേ ഞാൻ പറ്റിയിരുന്നേരം എനക്ക് നല്ല തോന്നിയല്ലേ. അല്ല ഞാൻ പിന്നെ അങ്ങനെ അനക്കങ്ങനെ ഇതൊന്നുമില്ല. ഞാൻ ഏത് ഡ്രസ്സും ഇടും. ഞാൻ കൊറേ കാലമായിട്ട് ജീൻസ് മാത്രം ഇട്ടുകൊണ്ട് പാന്റ് ജീൻസും പാന്റും എല്ലാം ഇടുന്നോണ്ട് ഞാൻ മുണ്ടിൽ അങ്ങനെ കൂടുതൽ എനിക്ക് മാടിക്കെട്ടി നടക്കണമെന്ന് പറയുമ്പോ നാണാവും. അനീഷ് പിന്നെ പെണ്ണുങ്ങളെ പോലെ പെണ്ണുങ്ങൾ വരില്ല.